നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള വെറ്റിനറി കോളേജ് പൂക്കോട് ക്യാമ്പസിലെ 2ാം വർഷ വിദ്യാർത്ഥിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഒറ്റപ്പെട്ട സംഭവമായി മാറ്റാൻ സർക്കാർ ശ്രമിക്കുകയാണ്. ഒരു കാലത്ത് കേരളത്തിലെ കോളേജുകളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അരങ്ങേറിയത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ആധുനിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വഴിമാറിയിരിക്കുന്നു. രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലല്ല കൊലപാതകങ്ങൾ നടക്കുന്നത്. ആധുനിക കലാലയങ്ങൾ ഇന്ന് കലാപത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും പിടിയിൽ അമർന്നിരിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ തയ്യാറായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ മയക്കുമരുന്നിൻ്റെയും തീവ്രവാദത്തിൻ്റെയും പിടിയിൽ അമർന്നു പോയതിൻ്റെ പ്രധാന കാരണം ഇറക്കുമതി ചെയ്യപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളുടെ കടന്നുകയറ്റമാണ്. കോളേജിലെ SFI നേതാക്കളായ വിദ്യാർത്ഥികൾ നടത്തിയ കൊലപാതകം ആസൂത്രിതമാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളില്ലെങ്കിലും അവ ഉയർത്തിപ്പിടിച്ച് അധികാരത്തിലേക്ക് കയറുന്ന ഈ രാഷ്ട്രീയ ഉപരിവർഗം സാധാരണ ജനവിഭാഗത്തിൻ്റെ ജീവനും സ്വത്തിനുമാണ് വില പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിന്ന എല്ലാ രാജ്യങ്ങളിലും സാധാരണ ജനങ്ങളെയാണ് കൊന്നു തള്ളിയിട്ടുള്ളത്. ഹിറ്റ്ലർ പോലും 60 ലക്ഷം ജൂതന്മാരെ കൊന്നു തള്ളിയപ്പോൾ ലെനിനും സ്റ്റാലിനും മാവോ സേതുങ്ങുമൊക്കെ അവ്യക്തമായ ആശയത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് ജനങ്ങളെ കുരുതി കൊടുത്തു. അതിനാൽ ഈ ചെയ്തികൾ അവരുടെ കുഞ്ഞന്മാരുടെ പ്രസ്ഥാനങ്ങളും തുടരുന്നതിൽ അതിശയിക്കേണ്ട. ഓർക്കുക, എറണാകുളം മഹാരാജാസ് കോളേജിലെ 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥി SFIയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗവുമായ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് ഇന്നും ദുരൂഹതയുടെ ചുരുൾ അഴിയാതെ അവശേഷിക്കുന്നു. SFIയുടെയും ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സജീവ പ്രവർത്തകർ ഉൾപ്പെടുന്നതായിരുന്നു അഭിമന്യുവിൻ്റെ കൊലപാതകം. ജിഹാദി കൂട്ടുകെട്ടിൻ്റെ ഫലമായി ഈ കൊലപാതകങ്ങൾ വ്യക്തമായി അന്വേഷിക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. പാർട്ടി പ്രവർത്തകനായിട്ട് പോലും കേസന്വേഷണത്തിൻ്റെ അലംഭാവം സംശയം ജനിപ്പിക്കുന്നതാണ്. അഭിമന്യുവിനെ കുത്തിക്കൊലപ്പെടുത്തിയ ഈ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ കോടതി മാർച്ച് മാസം 18-ാം തീയതി തുടങ്ങാനിരിക്കെയാണ് കേരളക്കരയിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് കുറ്റപത്രം ഉൾപ്പെടെയുള്ള 11 രേഖകൾ കാണാതായിരിക്കുന്നത്. കോടതിയുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ കാണാതായതിൽ തീവ്രവാദികളും ഇന്നത്തെ കേരളത്തിലെ സർക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സിദ്ധാർത്ഥൻ്റെ ഈ കൊലപാതകവും എന്തിനു വേണ്ടി നടത്തി, ഇതിൻ്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്നുള്ളതാണ് ഇവിടെ തെളിയേണ്ടത്. സിദ്ധാർത്ഥൻ്റെ കൊലപാതകം കോളേജ് റാഗിങ്ങിനോട് അനുബന്ധിച്ച് നടന്നതല്ല. 2ാം വർഷ വിദ്യാർത്ഥിയാണ് അയാൾ. ഇതിൽ പങ്കാളികളായ SFI യൂണിറ്റ് സെക്രട്ടറി, ഇതിൽ പങ്കാളികളായിട്ടുള്ള SFIക്കാരെ പ്രതികളാക്കുകയും കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഉണ്ടായി. ഇവിടെ ഇടത് ജിഹാദി കൂട്ടുകെട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആൾക്കൂട്ട ആക്രമണങ്ങളും അപ്രതീക്ഷിത മരണങ്ങളും വരെ ഇന്ന് സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തേണ്ട സാഹചര്യം കൂടുതലാണ്. ഈ പ്രതികളെ സംരക്ഷിക്കുന്നത് നാട്ടിലെ CPM ലോക്കൽ നേതാക്കളുമാണ്.